നമസ്കാരം. ഈട്, ജാമ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ 2 ലക്ഷം രൂപ 1.5 വർഷത്തേക്ക് വെറും 1% പലിശയ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFCയുടെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകളിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക. ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പലവിധ ഫേക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ. അറ്റ്ലീസ്റ്റ് ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലേ സ്റ്റോറിലുള്ള കമൻ്റെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് ഒരു കമൻറ്റ്, ആ കമൻറ്റിൽ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ചീറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക. RBI അപ്രൂവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കോൺടാക്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വല്ല കോൺടാക്റ്റിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ആക്സസ് ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്യാതെ കണ്ടമാനം ആപ്ലിക്കേഷനിൽ കയറിയിട്ട് സൈനപ്പ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ 3000, 2000, 5000 രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളോട് പറയും 3 ദിവസം കൊണ്ട് റീപേയ്മെൻറ്റ് ചെയ്യണം 20,000 രൂപ. 3000 രൂപയെ ഇടുള്ളൂ. 20,000 രൂപ റീപേ ചെയ്യണം എന്നുള്ള ഫ്രോഡ് ആപ്ലിക്കേഷൻസ് ഒരുപാടെണ്ണം ഉണ്ട്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ ഗൂഗിള് തെരഞ്ഞു പിടിച്ച് സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആപ്ലിക്കേഷൻസും അവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെയാണ് പല ആക്സസ് നടത്തുന്നത്. പലർക്കും SMS അയച്ച് മെയിൽ അയച്ചിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ ഒറിജിനൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ NBFCകൾ ഡാറ്റ ചോർത്തുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളും കൂടി വരുന്നുണ്ട്. ഈയിടയ്ക്ക് കേരള പോലീസ് 2-3 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള ഫ്രോഡ് ലോൺ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവരെ ചോദ്യം ചെയ്ത സമയത്ത് മാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിന്, അതായത് ഫ്രോഡ് ആപ്ലിക്കേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഈ ഒറിജിനലായിട്ട് ലോണിന് വേണ്ടി ട്രൈ ചെയ്ത പല ആൾക്കാരുടെയും ഡാറ്റാസുകൾ ഇവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡാറ്റയൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. നമ്മൾ എവിടെയെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ഞാൻ ലെൻഡിങ് കാർട്ടിൽ നിന്ന് ലോൺ എടുത്തു, അത് RBI അപ്രൂവ്ഡ് ആണ്. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ കോൾ വരാറുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഞാൻ എടുക്കാറില്ല, ലിങ്ക് ക്ലിക്ക് ചെയ്യാറില്ല, ഒന്നിനും പോകാറില്ല. നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി RBI അപ്രൂവൽ നോക്കി ഈ പറഞ്ഞ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് കയറി ചെയ്യുള്ളൂ. ലൈക്ക് ക്രെഡിറ്റ് ബി പോലുള്ള ആപ്ലിക്കേഷൻസ്. എനിവേ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ, അതായത് ഓൺലൈൻ ജോബ്, ഓൺലൈൻ ബിസിനസ്, കോഴ്സുകൾ, അനുബന്ധ വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിയൽ ടൈം കണ്ടന്റാണ്. മണിക്കൂറിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള കോണ്ടന്റുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എനിവേ, ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് ലെൻഡിങ് പ്ലേറ്റ്. ലെൻഡിങ് കാർട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതിൻ്റെ പേര് ലെൻഡിങ് പ്ലേറ്റ് എന്നാണ്. ഇപ്പോൾ ലെൻഡിങ് പ്ലേറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇത് RBI അപ്രൂവ്ഡ് ഒന്നല്ല, ഏതൊരു ഫേക്ക് ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഏറ്റവും താഴെ പോയിട്ട് നോക്കിയ സമയത്ത് യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു NBFCയെ കാണാൻ പറ്റി. എന്നിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയ സമയത്തും ഇതേ ഒരു ഇൻ്റർഫേസിൽ തന്നെയാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവർ തന്നെ ലോണുകൾ കൊടുക്കാനുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ഈ പറഞ്ഞ ലെൻഡിങ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിനകത്ത് അങ്ങനെ ലോൺ കൊടുക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ കോൾ ചെയ്യാനുള്ള കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇനിവേ, നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഈ ഒരു സൈറ്റ് വന്നാണ് നടത്തേണ്ടത്. ഇവരുടെ സ്വന്തം സൈറ്റാണ് ലെൻഡിങ് പ്ലേറ്റ്. ഇനി RBI അപ്രൂവ്ഡ് ആണോ നോക്കാം. യൂണിഫിൻസ് ക്യാപിറ്റൽ നിന്ന് RBIയുടെ NBFC ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5570 റോയിൽ ഇവരുടെ കമ്പനിയുടെ ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവരുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ലോൺസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എൻ്റർ ചെയ്താൽ പേഴ്സണൽ ലോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുഡ് ക്രെഡിറ്റ്, ബാഡ് ക്രെഡിറ്റ്, നോ ക്രെഡിറ്റ്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. അതിലൊന്ന് ചൂസ് എമൗണ്ട് ആൻഡ് പ്രൊവൈഡ് ഡോക്യുമെന്റ്, അപ്രൂവ്ഡ് ലോൺ ആൻഡ് ഗെറ്റ് യുവർ മണി. ഇങ്ങനെയാണ് ഉള്ളത്. അൺസെക്യൂർഡ് ക്യാഷ് ലോൺസ് ഫ്രം 10,000 മുതൽ 2.5 lakh വരെ കിട്ടും. 3 മാസം മുതൽ 15 മാസം വരെയാണ് ഇവരുടെ കാലാവധി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. സൈനപ്പ് ചെയ്യാനും ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ് നമുക്ക് ആവശ്യമാണ്. പ്രൂഫ് ആയിട്ട് ആധാർ കാർഡും യൂട്ടിലിറ്റി ബില്ലോ, ക്രെഡിറ്റ് കാർഡോ, ഹോം ലോണിന്റെ സ്റ്റേറ്റ്മെന്റ്, റെന്റ് അഗ്രിമെന്റ് ഏതെങ്കിലും വേണം. അതുപോലെ ഇൻകം പ്രൂഫായിട്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്, പേ സ്ലിപ്പ്, വർക്ക് മെയിൽ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. എലിജിബിലിറ്റി ഇന്ത്യൻ സിറ്റിസന് മാത്രമേ കിട്ടുള്ളൂ. 21 വയസ്സിന് എബോവ് ഉള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. സാലറി മിനിമം 20,000 രൂപ പെർ മന്ത് വേണം. റെഗുലർ സാലറി ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. റെഗുലർ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സാലറി ക്രെഡിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. 2 lakh rupees നമ്മൾ ലോൺ എടുക്കുകയാണ്. 12 മാസത്തെ കാലാവധി. ഇവർ 36% ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ 12% എത്തിച്ചു. 12% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2,13,240 രൂപ നമ്മൾ
അടച്ചു തീരണം. ഒരു മാസം 17,770 രൂപ EMI നമ്മൾ അടക്കണം. 2 ലക്ഷം രൂപക്ക് പെർ മന്ത്. സോ 100% ഹാപ്പി ക്ലയൻസ്, 100% ഓൺലൈൻ, 100% ട്രാൻസ്പെറൻറ്റ്, 100% സേഫ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യം റെപ്രസെൻറ്റേറ്റീവ് എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് വേണം നോക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീപേ ബട്ടൺ, അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ, കാൽക്കുലേറ്റർ, പോളിസീസ്, എബൌട്ടസ്, കോൺടാക്റ്റസ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകളെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ദ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ് ലെൻഡിംഗ് ബ്ലൈറ്റ് പ്ലേ പേഴ്സണൽ ലോൺ ആപ്പ്. ഇത് യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് അപ്ലോഡ് ചെയ്തതാണ്. 1 മില്യൺ 10 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലെൻഡിംഗ് ബ്ലൈറ്റ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അവരെന്തെങ്കിലും ഫേക്ക് പരിപാടികൾ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചിലത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമൻറ്റുകളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപാട് 1 സ്റ്റാറിലുള്ള കമൻറ്റുകളുണ്ട്. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് നിങ്ങൾക്ക് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നോക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തല്ലോ. ഓക്കെ, ഇത്തരത്തിലുള്ള NBFCകൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും കൂടുതലാണ്. നല്ല ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിക്കും. നിങ്ങൾക്കറിയാം 24% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നോട് ലെൻഡിങ് കാർഡ് വാങ്ങിച്ചത്. തീർച്ചയായിട്ടും അവർ അത്ര തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവരും ഉണ്ടാവും. നമ്മൾ 36% വരെ മാക്സിമം ഇതിനകത്ത് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് 12%, 24% ഒക്കെ ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ ഇടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അവിടെ കാണിക്കും. കണ്ടു കഴിഞ്ഞ് ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്താലും ലോൺ എടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തീരുമാനം നിങ്ങളുടേതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി കളയാം. ഒരു അത്യാവശ്യം വന്ന പണത്തിന് അത്യാവശ്യം വന്ന പിന്നെ വേറെ രക്ഷയൊന്നുമില്ല ലോൺ എടുക്കാതെ, വേറെ ആരും തരണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഈ ആപ്പ് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.